സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങളോ ലഭിക്കുന്നവർ നമ്മുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ അറിയിപ്പ് മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് എത്തിക്കുക. കാരണം 2025 നവംബർ മാസം 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ മലയാളികൾ കാത്തിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ, പ്രധാന പദ്ധതികൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയായിരിക്കും നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതുമാത്രമല്ല, ഇതിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടാകും. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വമ്പൻ ആനുകൂല്യങ്ങൾ ഓരോന്നായിട്ട് പ്രഖ്യാപിക്കുകയാണ് നവംബർ മാസം 1-ാം തീയതി. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക ചർച്ചകളാണ്. വിദഗ്ധ സമിതിയും അതോടൊപ്പം തന്നെ വിവിധ മന്ത്രിതല യോഗങ്ങൾ, ഇവയെല്ലാം തന്നെ പ്രത്യേകമായിട്ട് യോഗം ചേർന്ന് ജനങ്ങളുടെ പക്കൽ നിന്ന് തന്നെ വിവിധ ആവശ്യങ്ങൾ പരിഗണിച്ച് അത് റിപ്പോർട്ടാക്കി ഇതിൽ ഏതെല്ലാം പദ്ധതികൾക്ക് മുൻഗണന നൽകി പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ചർച്ചയിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ക്രോഡീകരിച്ച സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക്, അതായത് വോട്ടവകാശമുള്ള പൗരന്മാരിൽ 25% മുകളിൽ വരുന്ന ആളുകളും സർക്കാരിൻ്റെ വാർദ്ധക്യകാല പെൻഷൻ സ്കീമുകൾ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലുള്ള പദ്ധതികളും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവരുമാണ്. നിലവിൽ അവർക്കിപ്പോൾ ലഭിക്കുന്നതാകട്ടെ 1600 രൂപ വീതമുള്ള പെൻഷൻ സഹായവും. എല്ലാ മാസവും അവർക്ക് ഈ സഹായം ലഭിക്കുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഒഴിച്ച് ബാക്കി എല്ലാ ക്ഷേമനിധിയിലും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ പെൻഷൻ സ്കീമിലും ആനുകൂല്യം മുടങ്ങാതെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൻഷൻ തുകയിൽ വർധനവ്, അതാണ് നവംബർ മാസം 1-ാം തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകൾ ഈ സമയത്ത് വരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന 1600 രൂപയിൽ നിന്നും 200 രൂപയുടെ ഒരു വർധനവ്. ചില മാധ്യമങ്ങൾ വഴി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ 400 രൂപയുടെ വർധനവാണ്. എങ്കിൽ പോലും 1800 ആണ് എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ധനസഹായം തന്നെയാണ്. 400 രൂപ കൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ 2000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ തുക എത്തിച്ചേരുകയും ചെയ്യും. അതായത് 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട സഹായമാണ്, എല്ലാ മാസവും വിതരണം ചെയ്യേണ്ട സഹായമാണ്. അപ്പോൾ 1800 രൂപ തന്നെ ആക്കുകയായിരിക്കും ഒരുപക്ഷെ സർക്കാരിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയായിരിക്കും നവംബർ മാസം. അതായത് വരുന്ന സാമ്പത്തിക ബഡ്ജറ്റിന് വേണ്ടി സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നില്ല. അതിനു മുൻപ് തന്നെ ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച അതിൻ്റെ ഗഡുവിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടക്കം കുറിക്കുക. ഇനി അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ വിവിധ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനവും വിതരണവും എല്ലാം അവതാളത്തിലാകും. അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട, ജനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട പുതിയ സ്കീമുകൾ പ്രഖ്യാപിക്കുകയും നിലവിലെ സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇതിൽ ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു കൂടി കുടിശ്ശികയുണ്ട്. 5 ഗഡുക്കൾ കുടിശ്ശിക വന്നിരുന്നു മുൻപ്. ആ ഗഡുക്കൾ പല വിശേഷ സമയങ്ങളിലും സർക്കാർ ഒരുമിച്ച് നൽകുകയും ചെയ്തു. അപ്പോൾ ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു കുടിശ്ശിക കൂടിയുണ്ട്. അതും ഈ നവംബർ മാസം തന്നെ ചേർത്ത് വിതരണം ചെയ്യാനാണ് സാധ്യത. 1600-ൻ്റെ ആ ഒരു കുടിശ്ശിക കൂടി തീർത്ത് കഴിയുമ്പോഴേക്കും പരിപൂർണമായിട്ട് ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഇല്ലാതാവുകയും ചെയ്യും. ഇനി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ മാത്രമാണ് പ്രത്യേകമായിട്ട് പരിഗണിക്കേണ്ടത്. കാരണം മാസങ്ങളുടെ കുടിശ്ശിക അവിടെ ശേഷിക്കുന്നുണ്ട്. നിലവിൽ കെട്ടിട നിർമ്മാണ സെസ്സൊക്കെ കൃത്യമായിട്ട് പിരിക്കുന്നുണ്ട് എങ്കിലും അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടെങ്കിലും നിലവിൽ ഇത്തരത്തിൽ ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ ബോർഡ് നൽകേണ്ട വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള ആനുകൂല്യ വിതരണം, ഇതെല്ലാം തന്നെ തടസ്സപ്പെട്ട് കിടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിലും കൃത്യമായിട്ടൊരു തീരുമാനം ഒരുപക്ഷെ നവംബർ മാസം 1-ാം തീയതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ന് പെൻഷനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, അവർക്ക് ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ, ചിലരോട് മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന കാര്യമൊക്കെ സർക്കാർ പറഞ്ഞിരുന്നു. ഇതെല്ലാം ചെയ്ത് അക്കൗണ്ട് ആക്റ്റീവാക്കി സൂക്ഷിക്കുന്ന എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയുള്ള വലിയൊരു സമ്മാനമായിട്ടായിരിക്കും ഈ ഒരു പെൻഷൻ വർധനമൊക്കെ ഏർപ്പെടുത്തുക. അപ്പോൾ ഈ ലഭിക്കുന്ന സൂചനകൾ ഇത് സർക്കാർ അംഗീകരിക്കണം, അംഗീകരിച്ചത് പ്രഖ്യാപനത്തിൽ കൊണ്ടുവരണം. നവംബർ മാസം 1-ാം തീയതി ഈ പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിവിധ സർക്കാർ പൊതു പദ്ധതി ക്ഷേമ അറിയിപ്പുകളെല്ലാം കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.